ഇതിൽ വെക്കല്ലേ, ഇത് എണ്ണിതാ. അവിടെ 1 2 3 4 5 അല്ലേ? ആ അത് പോട്ടെ. എടോ, താൻ ഇന്നാളൊരു ബ്ലേഡിന്റെ കാര്യം പറഞ്ഞില്ലേ? ഫോറിൻ ബ്ലേഡിന്റെ അല്ലേ എന്റെ അളിയൻ ദുബായിൽ നിന്ന് കൊണ്ടുവന്നത്? സാറിന് വേണോ? എന്തിനാ? കഴുത്തറുത്ത് ചാവാനാ? എടോ, ബ്ലേഡ് കമ്പനി. ഓ, ദേവസ്യാന്റെ ബാങ്ക്. ഏത് ദേവസ്യേട്ടൻ? ഗോപുരം ചിറ്റ് ഫണ്ട്സിന്റെ ഉടമസ്ഥൻ. ഞങ്ങളുടെയൊക്കെ ദൈവം. ദൈവോ? അതെ, ലേലത്തിനൊക്കെ പോകുമ്പോ 10 20 ലക്ഷം മറക്കണമെങ്കിൽ അയാളെ ഉള്ളൂ. ചെവി അയാളുടെ ഇടപാടെങ്ങനെ വിശ്വസിക്കാവോ? ഭംഗി വാക്ക് പറയല്ല, എന്നേക്കാൾ വിശ്വസിക്കാം. താൻ അയാളെ ഒന്ന് വിളിച്ചു പറ, എനിക്ക് അയാളെ ഒന്ന് കാണണം. ഇപ്പൊ തന്നെ പറഞ്ഞേക്കാം. പേടിക്കാനൊന്നുമില്ലെന്നേ. ഇല്ലല്ലേ? ഇല്ല. വന്നു എന്നാ തോന്നണേ. കർത്താവെ, മാല വാങ്ങാൻ പോയ കുരിശനെ കാണാനല്ലോ. അപ്പാ ക്ഷമിക്കണേട്ടാ, ആ വാതിൽ തുറന്നു കൊടുത്തേ. വാ. വളരെ പെട്ടെന്നായി പോയിട്ടാ. ഇത്തിരി മുമ്പ് അറിയിച്ചിരുന്നെങ്കിൽ താലിപ്പിലും കൂടി അറേഞ്ച് ചെയ്യായിരുന്നു. എന്നാ പിന്നെ ഒരു ചെണ്ടകൊട്ടി പരസ്യം കൂടി ആവായിരുന്നില്ലേ? ഒരു വെടിക്കെട്ടും 4 5 അമുട്ടും ആവായിരുന്നു. മിനിസ്റ്ററുടെ രഹസ്യ വരവല്ലേ ദിവസേട്ടാ, അതുകൊണ്ടല്ലേ വീട്ടിൽ വന്ന് കാണുന്നേ, അല്ലെങ്കിൽ ബാങ്കിൽ വരില്ലായിരുന്നു. ഇങ്ങോട്ട് വന്നോളൂ, ഇങ്ങോട്ട് വന്നോളൂ, ഇങ്ങോട്ട് വന്നോളൂ. ഇരിക്കൂ, ഇരിക്കൂ. കൃഷ്ണ എന്റെ സ്വന്തം ആളാ. നിങ്ങളെ കുറിച്ച് വലിയ അഭിപ്രായം പറഞ്ഞപ്പോ നേരിട്ട് കണ്ടുകളയാന്ന് വിചാരിച്ചു. നമ്മളെ മഹാഭാഗ്യം എന്നല്ലാണ്ട് എന്താ പറയാ. നിങ്ങളുടെ ഈ എന്താ അതിന്റെ പേര്? ഗോപുരം ചിറ്റ് ഫണ്ട്സ് എന്നാണ്. ആ, എന്നാ തുടങ്ങിയത്? 1115 അപ്പന്റെ അപ്പനായിട്ടാണ് കമ്പനി തുടങ്ങി. അന്ന് തൃശ്ശൂർ പേരൂർ കുറീസ് ക്ലിപ്റ്റ് എന്നായിരുന്നു പേര്. ആയിരിക്കണ അപ്പാപ്പന്, അതിന്റെ അടുത്തിരിക്കണ അപ്പന് അപ്പനായിട്ടാണ് കമ്പനി വലുതാക്കിയേ. നമ്മളത് ഏറ്റെടുത്തപ്പോ കമ്പനിയുടെ പേര് മാറ്റി ഗോപുരം ചിറ്റ് ഫണ്ട്സ് എന്നാക്കി. അതേതായാലും നന്നായി. ഗോപുരം എന്ന് പറയുമ്പോ ഉയർച്ചയാണല്ലോ. പേര് മാറ്റി വെച്ചിട്ട് പാരമ്പര്യത്തിന് കുറവില്ലാട്ടാ. മറ്റുള്ള ബ്ലേഡ് കമ്പനികളൊക്കെ ഡും ഡും പൊട്ടിപ്പോ. ഡും ഡും പൊട്ടിപ്പോ. എവിടെ വീട്? വീട് തൃശ്ശൂരിന്. ഡും ഡും പൊട്ടിപ്പോ ഈ ഗോപുരം ചിറ്റ് ഫണ്ട്സ് ആണ് പിടിച്ചു നിന്നേ. 24 hours പൈസ മുഴുവൻ മടക്കി കൊടുക്കും ഡെപ്പോസിറ്റേഷൻ ഞാനൊരു പരസ്യം കൊടുത്തു. ഒറ്റെണ്ണം വന്നില്ല. എന്തുകൊണ്ടെന്ന് കാരണം എനിക്കറിയില്ല. സ്വിസ് ബാങ്കിനൊക്കെ വിശ്വാസം നമ്മുടെ കമ്പനി. സാറിനത് ബോധ്യാവും. എനിക്ക് ബോധ്യപ്പെട്ട തനിക്ക് നല്ലത്. അപ്പോ കാശിനി 3-4 മാസം കഴിഞ്ഞല്ലേ ആവശ്യം വരുള്ളൂ? അതെന്താ 3-4 മാസം കഴിഞ്ഞ എന്റെ മക്കളുടെ കല്യാണം ഉണ്ടാ? അതല്ല, തെരഞ്ഞെടുപ്പിനുള്ള പണമൊക്കെ ഞാൻ നാട്ടിൽ നിന്ന് പിരിച്ചോളാം. എന്നും ഈ രാഷ്ട്രീയം കൊണ്ടുകൊടുക്കാൻ പറ്റുള്ളൂ. ഇതൊക്കെ പിൽക്കാലത്തേക്കുള്ളൊരു സുരക്ഷിതത്വം അത് വേണം. പിന്നൊരു കാര്യം, എനിക്ക് തന്റെ ബാങ്കിൽ നിക്ഷേപം ഉണ്ടെന്നുള്ളത് ഞാനും താനും ഈ കൃഷ്ണനും മാത്രമേ അറിയാൻ പാടുള്ളൂ. 4ാമത് ഒരാൾ അറിഞ്ഞാൽ അയ്യോ, അത് പിന്നെ നമുക്ക് അറിഞ്ഞൂടെ. പിന്നെ ഇത് മാത്രം ആക്കണ്ടാട്ടാ. ഇനി നമ്പർ 2 ഉണ്ടെങ്കിൽ അത് സ്വന്തമാവണമെന്നില്ല. ബന്ധുക്കളോ സുഹൃത്തുക്കളോ ആരായാലും നമ്മുടെ അടുത്തേക്ക് അയക്കണട്ടാ. അപ്പൊ എല്ലാം പറഞ്ഞു പോ. ഇതാരവിടെ കൊണ്ടുവന്നേ? ആരാന്നറിയില്ല സാർ. ഞാൻ എത്തുന്നതിന് മുമ്പ് ഇവിടെ ആരോ കൊണ്ടുവന്ന് ഏൽപ്പിച്ചിട്ട് പോയതാ. ഒന്നും മനസ്സിലാവുന്നില്ല. ഒരു ടവറും കുറെ രൂപയും. സാറേ, ഇതിത്ര ആലോചിക്കാനൊന്നുമില്ല. 10-ാം തീയതി രാവിലെ സിറ്റിയിൽ ഏതെങ്കിലും ഒരു ടവർ ബോംബ് വെച്ച് തകർക്കുന്ന തന്നെ. അപ്പൊ നോട്ടിന്റെ ചിത്രോ? പിന്നെ പൈസ ചെലവാക്കാണ്ട് ബോംബ് കിട്ടോ? എത്ര പൈസയാലും സംഭവം നടത്തുന്ന തന്നെയാ. ഇതിപ്പോ ഏത് പോലീസുകാരനും മനസ്സിലാവുന്ന ഭാഷ അല്ലേ? എടോ, ഈ ടവറിന്റെ പടം ഉണ്ടെന്ന് കരുതി അത് ടവർ തന്നെ ആണെന്നുണ്ടോ? അക്കാര്യത്തിൽ ചതിവുണ്ടാവില്ല. ഈ കള്ളന്മാര് പൊതുവെ സത്യസന്ധരായിരിക്കും. ഇയാൾ എവിടുന്ന് വന്നത്? നിങ്ങൾ എന്ത് മണ്ടത്തരമാണ് ഈ പറയുന്നത്? ഈ ടവറിന്റെ പടം കണ്ട ഉടനെ ഗോപുരം ചിട്ടി ഫണ്ട്സ് ആണ് കള്ളൻ ഉദ്ദേശിച്ചിരിക്കുന്നതെന്ന് നിങ്ങൾക്ക് എങ്ങനെ പറയാൻ തോന്നി? സർ, ടവറുമായി നേരിട്ട് ബന്ധമുള്ള ഒരു കാര്യമാണെങ്കിൽ ഇങ്ങനൊരു സൂചന വരില്ലല്ലോ. എന്തുകൊണ്ട് തന്നുകൂടാ? ലൂസി പറയാറുള്ളത് പോലെ കോമൺ സെൻസ് ഇല്ലാത്തവരാണ് ഇവിടെ പലരും. ഒരു കാര്യം ചെയ്യും, സിറ്റിയിലുള്ള എല്ലാ ടവറുകൾക്കും ശക്തമായ പോലീസ് കാവൽ ഏർപ്പെടുത്തണം. സർ, പറയുന്നത് അനുസരിക്കാൻ പഠിക്കണം ആദ്യം. പിന്നെ നിങ്ങൾക്ക് നിർബന്ധമാണെങ്കിൽ 2 പോലീസുകാരെ ആ ചിറ്റ് ഫണ്ട്സിന് മുന്നിൽ നിർത്തിയേരെ. അതല്ല സർ. ഡോണ്ട് കൺഫ്യൂസ് മീ.
ദേവസി ഇല്ലേ? ഏ ദേവസി എവിടുന്നാ? ഞാൻ കുറച്ചു മുമ്പ് ഫോൺ ചെയ്തിരുന്നു. റിട്ടയർഡ് സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ രാമകൃഷ്ണൻ. ആ ഇവിടെ പറഞ്ഞിരുന്നു. വരൂ, ഇരിക്കൂ. നമസ്കാരം. നമസ്കാരം. ആ, നമസ്കാരം, ഇരുന്നോളൂ, നമസ്കാരം. ഇരുന്നോളൂ, ഇരുന്നോളൂ. നേരിട്ട് കാണുന്ന ആദ്യമായിട്ടാണെങ്കിലും ധാരാളം കേട്ടിട്ടുണ്ട്. നമ്മളും കേട്ടിട്ടുണ്ടെന്നാ തോന്നണേ. റിട്ടയർ ചെയ്യുമ്പോ രാമ സാർ എവിടെയായിരുന്നു? കണ്ണൂരായിരുന്നു. നമ്മുടെ മിനിസ്റ്റർ ചാണ്ടിച്ചനും ഞാനും പണ്ട് മുതലേ ക്ലോസ് ഫ്രണ്ട്സാ. മൂപ്പരോട് അടുക്കുന്നവരൊക്കെ ഫ്രണ്ട്സാണ്. എന്തൊരു ആത്മാർത്ഥയാണ്. ഓ ഓ, അപ്പോ മുഖവരില്ലാതെ കാര്യം പറയാം. ഫോണിലൂടെ ഇത്തരം കാര്യങ്ങൾ എങ്ങനെയാ സംസാരിക്കുന്നതെന്ന് വിചാരിച്ചിട്ടാ നേരിട്ട് വന്നത്. നന്നായി, വളരെ നന്നായി. എല്ലാ കാര്യങ്ങളും മിനിസ്റ്റർ എന്നോട് പറഞ്ഞിട്ടുണ്ട്. ആ ഒറ്റ ഉറപ്പിലാ എന്റെ പണം നിങ്ങളെ ഞാൻ ഏൽപ്പിക്കുന്നത്. അപ്പോഴേ ആ ഇരിക്കണ അപ്പന്, അതിന്റെ അടുത്തിരിക്കണ അപ്പന്റെ അപ്പനായിട്ടാണ് ഈ സ്ഥാപനം തുടങ്ങി. അപ്പനായിട്ട് അതിനെ വളർത്തി, നമ്മളായിട്ട് അതിനെ ഒന്നും കൂടി വളർത്തി. കർത്താവിന്റെ കാരുണ്യം കൊണ്ട് ഈ നാട്ടിൽ സാധാരണക്കാർക്ക് ദാരിദ്ര്യം ഉള്ളിടത്തോളം കാലം നമുക്കൊരു കുഴപ്പമില്ല. വിശ്വസിക്കാം, കണ്ണടച്ച് വിശ്വസിക്കാം. എന്നാ പണവുമായി ഞാൻ നാളെ രാവിലെ ഓഫീസിലേക്ക് വരാം. റോസിയെ, രാമൻ സാറ് ചായ എടുത്തോ? സാരമില്ല, ചായ കുടിച്ചോ. നമുക്കൊരു ഭാര്യയുണ്ട്, നല്ല അസല് പോത്തണ്. ആ മിനിസ്റ്ററെ വിളിക്കുകയാണെങ്കിൽ നമ്മുടെ വകയായിട്ട് സ്പെഷ്യൽ നന്ദി കൂടെ പറഞ്ഞോളൂ. ദേവസി പറഞ്ഞാ പിന്നെ പറയാതിരിക്കാൻ പറ്റുമോ? നല്ല കാര്യായി. ഈ പോലീസുകാർക്ക് വേറെ പണിയില്ല. ബാങ്ക് കൊള്ളടിക്കാൻ പോണ്ട് പറഞ്ഞിട്ട് കാലത്ത് തൊട്ട് നിപ്പണ് പൂമക്കത്ത് കിട്ടിന്റെ അത്രേ. നമ്മളിത് എത്ര കണ്ടതാണ്. വിമാനത്തിലും തീവണ്ടിയിലൊക്കെ ബോംബ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് മനുഷ്യന്മാരെ പേടിപ്പിക്കാറുണ്ടല്ലോ. എന്നിട്ട് ഓലപ്പട കൂടി പൊട്ടുന്നില്ല. എന്റെ സംശയം അതല്ല ദേവസ്വം. എന്തുകൊണ്ട്? ആ ഇൻസ്പെക്ടർക്ക് 2 എല്ല് കൂടുതലാ. ഇവിടെ പലരും വരുന്ന സ്ഥലമല്ലേ, അവരാരൊക്കെയാണെന്ന് അറിയാനുള്ള വേലയായിരിക്കും. അതായുള്ള മനസ്സിലിരിക്കുള്ളൂ. എന്നാലും അത്താഴം മുടക്കാൻ നീർക്കോലി പോരെ. അത്താഴം മുടക്കാൻ അങ്ങോട്ട് വരട്ടെ. എടോ, ഈ കേരളം എന്ന് പറഞ്ഞത് ഈ സിറ്റിയിൽ മാത്രം ഒതുങ്ങണതല്ല. ഇവിടെ ഉള്ളവരുടെയൊക്കെ ഹെഡ് ഓഫീസ് തെക്കാണ്. അവിടെ ഉണ്ട് ദേവസ്വക്കുട്ടിക്ക് ഇഷ്ടം പോലെ സേവകന്മാര്. ആനയെ പേടിച്ചിട്ടില്ല, പിന്നെയാണ് ആനപ്പിണ്ടം. അതൊക്കെ ചേട്ടന്റെ കാര്യം. പിന്നെ ഇന്ന് രാത്രി ഞാൻ കണ്ണൂർക്ക് പോകും. നാളെ അവിടെ ലേലമാ. പണത്തിന് എന്തെങ്കിലും ആവശ്യം വന്നാ ബാക്കി പറയണ്ട. എടോ, തന്നെ ഇതുവരെ നമ്മൾ ബുദ്ധിമുട്ടിച്ചിണ്ടാ? അതില്ല, എങ്കിലും കരുതിയിലും കൂടുതൽ വരാൻ സാധ്യതയുണ്ട്. ആ അമ്പലക്കാടൻ എന്നെ അബ്കാരി രംഗത്ത് തന്നെ തട്ടാൻ നോക്കിയിരിക്കുക. അതൊന്നും ഇല്ലാന്നേ. അമ്പലക്കാരന്റെ വഴി, രവിക്ക് രവിയുടെ വഴി, അത്രേ ഉള്ളൂ. ഉദാഹരണമോ അത് വലിയ ശല്യായില്ലോ നേരെ വിളിച്ചപ്പോ. ഹലോ, ഞാൻ അവിടെ എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ചുറ്റും പോലീസൊക്കെ നിൽക്കുന്നുണ്ടല്ലോ. ഈ പോലീസുകാർക്ക് വട്ടണ്. സാർ അതൊന്നും നോക്കണ്ട, അങ്ങോട്ട് പോന്നോളോ. അല്ല, പ്രശ്നം എന്തെങ്കിലും ഉണ്ടെങ്കിൽ പിന്നീട് എപ്പോഴെങ്കിലും ആവാം. ഒരു പ്രശ്നമില്ലെന്നേ. ഓരോ കാര്യത്തിനും ഓരോ സമയമുണ്ട്. അത് അപ്പനായിട്ട് പഠിപ്പിച്ചിട്ടുള്ളതാണ്. ഇപ്പൊ ചെയ്യേണ്ടത് ഇപ്പോ, പിന്നെ ചെയ്യേണ്ടത് പിന്നെ. ആ ശരിയാ, വളരെ ശരിയാ. ഞാനിപ്പോ എത്താം. എന്താ ഇൻസ്പെക്ടർ സാറേ, ദേവസിയുടെ ബാങ്കിന്റെ പോയി പോലീസും പട്ടാളമൊക്കെ? നിങ്ങളാരാ? റിട്ടയർഡ് സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ രാമൻ സാറേ, ഇങ്ങോട്ട് പോന്നോളോ. സാറ് നമ്മുടെ സ്വന്തം ആളാണ്, പേടിക്കാനൊന്നുമില്ല. ഇങ്ങോട്ട് പോന്നോളൂ. ചെല്ലട്ടെ. വന്നോളൂ, വന്നോളൂന്നേ. ഇവറ്റകളെ കൊണ്ട് തോറ്റൂന്നേ. കാലത്ത് തൊട്ട് വന്ന് നിൽക്കണം നിപ്പാണ്. ഈ പോലീസിന് ഇത്ര ബുദ്ധിയില്ലേ? ബുദ്ധിയില്ലാത്തതുകൊണ്ടല്ല, ചിലപ്പോ അവരുടെ കണക്കൂട്ടില് തെറ്റും. അതാണ്. വന്നോളൂ. എല്ലാം നമ്പർ 20 ആണല്ലോ. അതെ, ഇവിടത്തെ ഒരു പതിവിന്റെ എല്ലാ മാസവും 1-ാം തീയതിയാണ്. അറിയാം, ഒക്കെ മിനിസ്റ്റർ പറഞ്ഞിട്ടുണ്ട്. ആ പെട്ടി തിരിച്ചു വേണം. അതിനെന്താണ്? ഈ ക്യാഷിന്റെ കാര്യമൊക്കെ നമ്മൾ തന്നെ കൈകാര്യം ചെയ്യുക. അപ്പനുള്ള കാലത്ത് തന്നെ അങ്ങനെയാണ്. സ്റ്റാഫിനും കൂടി ഡീറ്റെയിൽസ് കൊടുക്കില്ല. അതുകൊണ്ടാണ് ഇത്ര സേഫേ. ഇരിക്കോട്ടോ.
ഒരുപാട് പേര് ഒരു നേരത്തെ ആഹാരത്തിന് പോലും ബുദ്ധിമുട്ടുമ്പോൾ ഇവിടെ ഇത്രയും കള്ളപ്പണം പൂഴ്ത്തി വയ്ക്കുന്നത് തെറ്റല്ലേ ദേവസി? ആ പണമൊക്കെ പെട്ടിലാക്കിക്കോളൂ, ആവശ്യക്കാർ ഉപകരിക്കട്ടെ. പുറത്ത് പോലീസ് ഉണ്ടെന്ന് വിചാരിച്ച് ബഹളം വയ്ക്കാൻ നിന്ന നഷ്ടം എനിക്കല്ല, തനിക്കാ. ഇതിനകത്തുള്ളത് ഈ നാട്ടിലെ പല പ്രമുഖരുടെയും കള്ളപ്പണമാണ്. ഇതെവിടെ നിന്ന് കിട്ടി, എങ്ങനെ കിട്ടി എന്നൊക്കെ ചോദ്യം വന്നാൽ ഉത്തരം പറയാൻ ദേവസി വിഷമിക്കും. അതുകൊണ്ട് ആലോചിച്ച് തീരുമാനമുള്ളൂ. ദാ ഇതിവിടെ ഇരിക്കട്ടെ, ഒരു ധൈര്യത്തിന്. കുട്ടികളില്ലേ വീട്ടില്, കളിക്കാൻ കൊടുക്കാം, കളിത്തോക്ക പോട്ടെ. വരട്ടെ സാറേ. പോലീസുകാരുടെ ഓരോ കഷ്ടപ്പാടേ. താങ്ക് യു ഇൻസ്പെക്ടർ. ഈ കാർ ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് എടുത്തതാണ്. ഇത് അവിടെ തന്നെ എത്തിച്ച ഉപകാരം.